എല്ലാ പ്രിയ ദേവദാസിമാരോടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. എന്റെ പേര് ഷീന. ഞാനിവിടെ ഗുജറാത്തില് ഇതുപോലുള്ള ബന്ധത്തില് ആയിരിക്കുന്നു. കർത്താവ് എന്നെ നടത്തുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാന് ഒരു ചെറുതായിട്ട് എൻ്റെ ഒരു ടെസ്റ്റിമണി പറഞ്ഞിട്ട് എന്നോട് ദൈവം സംസാരിച്ച ഒരു വചനത്തിലൂടെ സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അധികം ഞാൻ എൻ്റെ ടെസ്റ്റിമണിക്കായിട്ട് ഞാൻ സമയം ഉപയോഗിക്കുന്നില്ല. എങ്കിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് ഞാൻ വചനത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു ഹിന്ദു ഭവനത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിപ്പാൻ ഇടയായി തീർന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ഭവനത്തിൽ നിന്ന് ആരും രക്ഷിക്കപ്പെട്ട് വന്നിട്ടില്ല. ആ ദൈവം ഇത്രത്തോളം എന്നെ സഹായിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ ടെസ്റ്റിമണിയിലേക്ക് കടക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ഞാൻ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ പിതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി എന്നാ പറയണ കഷ്ടതയും പ്രതികൂലങ്ങളും ഒത്തിരി നിന്ദകളും അപമാനങ്ങളും ഒക്കെ അനുഭവിച്ചാണ് ഞങ്ങൾ വളരുവാനിടയായത്. എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. പിന്നെ ഞങ്ങൾക്ക് ഓർമ്മ വെക്കുമ്പോ മുതൽ ഞങ്ങളുടെ പ്രിയ മാതാവിന്റെ ഭവനത്തിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തന്നെ മാതാവിന്റെ സഹോദരന്മാരൊക്കെ വന്നപ്പോഴും വീട്ടിൽ വഴക്കും ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷമല്ല ആ സമയത്തൊന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഈ ക്രിസ്തുവിനെ അറിയില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ വീടിന്റെ താഴെ ഒരു യാക്കോബ പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് പാട്ടും അതുപോലെ തന്നെ അവരുടെ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ട് ആ പാട്ടും ഒക്കെ ഞങ്ങൾക്ക് മനഃപ്പാടമായിരുന്നു ചെറുപ്പകാലത്ത് തന്നെ. അതുപോലെ തന്നെ പള്ളിയില് അവിടെ അവര് സ്പീക്കർ ഓൺ ചെയ്ത് അവരുടെ പാട്ടൊക്കെ വെക്കുമ്പോൾ ആ പാട്ടൊക്കെ ഞങ്ങള് കാണാതെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതൊക്കെ ഒരു നല്ലൊരു അനുഗ്രഹമായിരുന്നു. എല്ലാ ദൈവങ്ങളെ പോലെ യേശു ഒരു ദൈവം എന്ന് മാത്രമാണ് ഞാനും കരുതിയിരുന്നത്. എന്നാല് ജീവിതത്തിൽ ഒരു സമാധാനം സന്തോഷവും ഒന്നുമില്ലാതിരുന്ന ആ സമയത്ത് ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം ഒരുക്കി. ഞാൻ ആദ്യമായിട്ട് ചർച്ചിലേക്ക് കടന്നു പോകുന്നത് എൻ്റെ ഒരു മാമന്റെ എൻ്റെ ഒരു അമ്മായി മുഖാന്തരമാണ് ഞാൻ ആദ്യമായിട്ട് ചർച്ചിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ വീടിന്റെ താഴെയൊക്കെ ബന്ധക്കോസുകാരുണ്ടെങ്കിൽ ഈ ബന്ധക്കോസ് അനുഭവം എന്താണെന്ന് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ബന്ധക്കോസുകാർ സാധാ ക്രിസ്ത്യൻസ് പോലെ കൈകൊട്ടി അങ്ങനെ ഡ്രമ്മൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി ഇരിക്കുന്ന ഒരു ജനമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവർ ആരാധിക്കുമ്പോൾ ഇങ്ങനെ തുള്ളി ആരാധിക്കുന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഒരു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1994 ഞാൻ ആദ്യമായിട്ട് ഒരു അണ്ടവസാന യോഗമാണ് 93 അവസാനിച്ച് 94ലേക്ക് 93ന്റെ അണ്ടവസാന യോഗത്തിൽ ഞാൻ കടന്നു ചെന്നപ്പോ ആദ്യമായിട്ട് ചർച്ചയിൽ പോകുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ സാക്ഷ്യം പറയുന്നു. അപ്പൊ ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പറയണോ എന്നിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോ പെട്ടെന്ന് എൻ്റെ ഒരു തൊട്ടടുത്തിരുന്ന ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, മോളെ നീ കർത്താവിനെ എഴുന്നേറ്റ് ഞാൻ ഈ 94 എൻ്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുവാൻ പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും മടിച്ചില്ല. എൻ്റെ ആ സൈഡ് എത്തിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ കർത്താവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ചർച്ചിലൊന്നും പോവണ്ട എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരുന്നു. അന്ന് ആ സമയത്ത് പിറ്റേ സൺഡേ ആയപ്പോഴും പിന്നെ എന്നോട് ആരോ പറയുക ചർച്ചിൽ പോകണം. അങ്ങനെ ചർച്ചിൽ പോണ പതിവാക്കി. ചർച്ചിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല. എല്ലാ സൺഡേയിലും പോണു, ഉച്ചയ്ക്ക് വരുന്നു, അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞു. എന്നാൽ ഞാൻ ഒരു 96 സ്നാനപ്പെടാനായിട്ട് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു. ഞാൻ 94 രക്ഷിക്കപ്പെട്ടെങ്കിലും ഞാൻ സ്നാനപ്പെടാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്നെ ആരും നിർബന്ധിച്ചില്ല സ്നാനപ്പെടാനായിട്ട്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്നോട് സംസാരിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ സ്നാനപ്പെടത്തുള്ളൂ എങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനം എടുത്തു. അങ്ങനെ കഴിഞ്ഞപ്പോ ഒരു ദിവസം എന്നോട് ദൈവാത്മാവ് സ്നാനപ്പെടണമെന്ന് എന്നോട് മനസ്സിൽ ആരോ പറയും, നീ സ്നാനപ്പെടണമെന്ന്. അങ്ങനെ ഞാൻ സഭയിൽ ചെന്ന പാസ്റ്ററോട് പറഞ്ഞു. അങ്ങനെ ഞാനും എന്നെ അവിടെ സ്നാനപ്പെടുവാനിടയായി തീർന്നു. പിന്നെ
തൊണ്ണൂറ്റേഴില് കുറച്ച് നാള് ഒരു ബൈബിൾ കോളേജിൽ പോയി വചനം പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് OM എന്ന സംഘടനയിലേക്ക് പോരുവാൻ ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ ആരംഭിച്ചു. സ്നാനപ്പെടുത്തുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഒരു പ്രതികൂലം ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. ചർച്ചിൽ പോകുന്നതിനോ വരുന്നതിനോ ഒന്നും ഒരു പ്രതികൂലം ഇല്ലായിരുന്നു. എന്നാൽ സ്നാനപ്പെട്ടാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാതാവ് ഒത്തിരി എന്നെ ശകാരിക്കാനും അതുപോലെ തന്നെ വഴക്കൂടാനും ഇടയായി തീർന്നു. എൻ്റെ സഹോദരൻ എന്നെ തല്ലുവാനൊക്കെ ഇടയായി തീർന്നു. ഇനി ഒരിക്കലും സ്നാനപ്പെടരുത്, നീ ആളുകൾ പറഞ്ഞു നീ മാർഗം കൂടാൻ പോവുകയെന്ന്, നിന്നെ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. സ്നാനപ്പെട്ട് വന്നപ്പോൾ ചോദിച്ചു, നിന്നെ ആര് കെട്ടും, നിന്റെ ഭാവി എന്താവും, നീ ഹിന്ദുവിൽ നിന്നിരുന്നെങ്കിൽ നിനക്ക് ആരെങ്കിലും ഒരു വിവാഹമെങ്കിലും വരുമായിരുന്നു എന്നൊക്കെ ആളുകൾ പറയാനിടയായി തീർന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എത്രമാത്രം ഭാരമുണ്ടെങ്കിൽ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് എത്രമാത്രം ഭാരം കാണുമെന്ന് ഒക്കെ അവരോട് ഞാൻ പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ OMൽ പോയി ഞാൻ എൻ്റെ ഭാവിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവെ, എല്ലാവരും എന്നെ കളിയാക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചത്, എനിക്ക് ആരുമില്ല എന്ന് ഞാൻ ദിവസത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാൽ ആ സമയമായപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരു ഭാവി ദൈവം തുറന്നു തന്നു. അങ്ങനെ എൻ്റെ 2001 എൻ്റെ വിവാഹം കഴിയുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലെ ഗുജറാത്തിലേക്ക് കടന്നു വന്നു. കുടുംബമായിട്ട് ദിവസേനയിൽ ഇവിടെ ദിവസമുള്ള ബന്ധത്തിലായിരിക്കാം. ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിൽ കച്ച് സൈഡിലേക്കാണ് ഞങ്ങൾ വന്നത്. ഭൂകമ്പം കഴിഞ്ഞ ആ സമയത്തായിരുന്നു. ഞങ്ങൾ 6 മാസം കഴിഞ്ഞാണ് ഞങ്ങളിവിടെ കല്യാണം കഴിഞ്ഞ് വന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയോടുള്ള ബന്ധത്തിലൊക്കെ നിൽക്കുവാനിടയായി തീർന്നു. അങ്ങനെ ജീവിതത്തില് വലിയ ദൈവപ്രവൃത്തി ദൈവം ഞങ്ങളിലൂടെ അവിടെയൊക്കെ ചെയ്തെടുക്കാനിടയായി തീർന്നു. പ്രകാരം തന്നെ ആ സമയത്ത് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ജനിപ്പാനിടയായി തീർന്നു. മൂത്തത് മോളാണ്. മൂത്തത് മോള്, രണ്ടാമത്തത് മകൻ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. ഇപ്പോൾ മോള് BSc നഴ്സിംഗിന് പഠിക്കുന്നു. മോന് 9ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ചില വർഷങ്ങള് ഞങ്ങൾ ഗുജറാത്തിന്റെ പല സ്റ്റേറ്റുകളിൽ ഞങ്ങള് മാറി ഞങ്ങൾ ദൈവത്തിന്റെ മേലുള്ള ബന്ധത്തിലായിരുന്നു. എന്നെങ്കിൽ ഈ കഴിഞ്ഞ 2022 മുതൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു തീരാ നഷ്ടം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. വലിയൊരു ദുഃഖത്തിന്റെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇവരുള്ള ബന്ധത്തിലുള്ള ഗുജറാത്തിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയ മാതാവ് 2022 ഒക്ടോബർ മാസത്തില് എൻ്റെ ഹസ്ബൻഡ് ഒക്ടോബർ മാസത്തിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയ മാതാവ്, ഭർത്താവ് മരിച്ച ഒരു 6 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ പ്രിയ മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ചില കഷ്ടങ്ങള്, ചില ശോധനകള് ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും വീഴാതെ വണ്ണം ദൈവത്തോളം എന്നെ താങ്ങി നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി തീരാ നഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. എങ്ങനെ നിൽക്കും, എന്ത് ചെയ്യും, ആരും സഹായിപ്പാനില്ല എന്ന് ചിന്തിച്ച ആ സമയത്തൊക്കെയും ദൈവത്തിന്റെ കരം എന്നെ താങ്ങി എന്നെ ബലപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ചിന്തിച്ചു, ഇപ്പൊ ഹസ്ബൻഡ് മരിച്ചുപോയി, ഇനി ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കും എന്ന് ചിന്തിച്ചപ്പോൾ ചില വ്യക്തികളിലൂടെ എന്നെ ഏറ്റവും അധികമായിട്ട് എനിക്ക് കൈത്താങ്ങൽ തന്നത് ഞങ്ങൾ താമസിച്ച ഏരിയയിലുള്ള ഞങ്ങളുടെ അയൽവാസികളായിട്ടുള്ള ഞങ്ങൾ അറിയുന്ന ചില ഹിന്ദു സഹോദരന്മാരാണ്. ഞങ്ങൾക്ക് കൈത്താങ്ങലുണ്ട്, മേഡം നിൽക്കണം, നിന്നേ പറ്റുള്ളൂ എന്ന് പറയുവാനിടയായിത്തീർന്നു. അതുപോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ വേലയ്ക്ക് വേണ്ടി ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ചില ദൈവദാസന്മാരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഷീന പോകരുത്, ഷീന ഇവിടെ നിൽക്കണം, അതവർക്ക് ഏറ്റെടുത്ത് ഷീന ചെയ്യണമെന്ന് അവര് പറയുവാനിടയായിത്തീർന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് അതിന് കഴിവില്ല, എനിക്കൊരു വചനം സംസാരിപ്പാൻ അറിയില്ല, ഞാൻ എങ്ങനെ സംസാരിക്കും, ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോഴൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഒരു
ഒരു ദിവസം ഇടപെട്ടു. ഞാൻ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരമാണ് ഇടപെട്ടത്: നീ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ നീ സ്നാനപ്പെടുവാനായിട്ട് ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ നീ സ്നാനപ്പെട്ടത്? അതുപോലെ തന്നെ ദൈവവേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ആരെങ്കിലും നിന്നോട് നിർബന്ധിച്ചിട്ടാണോ നീ ഇറങ്ങിയത്? അല്ലെങ്കിൽ നിന്റെ കൂടെ ആരെങ്കിലും നിൽക്കുമെന്ന് കരുതിയിട്ടാണോ നീ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് എന്ന് ചോദിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പറഞ്ഞില്ല, കർത്താവേ, ഞാൻ ആരെയും കണ്ടിട്ടല്ല, എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെയും കണ്ടിട്ടല്ല ഞാൻ ഈ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. എൻ്റെ കർത്താവ് എന്നെ ഇവിടെ നിർത്തുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്നുള്ള ദൈവവേല ചെയ്യുമെന്ന് ഞാൻ ദൈവസന്നിധിയിലെ തീരുമാനമെടുപ്പാനിടയായി തീർന്നു. ഈ കഴിഞ്ഞ 22 ഒക്ടോബർ മുതൽ ഇന്ന് ഈ ദിവസം വരെ എൻ്റെ ദൈവം എന്നെ എത്രത്തോളം സഹായിച്ചു. എൻ്റെ ഇടയിൽ പ്രിയപ്പെട്ട ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു, പ്രാർത്ഥനയ്ക്കൊക്കെ സഹായിച്ചിരുന്ന ഒരു ഹസ്ബൻഡുള്ളപ്പോൾ വീട്ടിൽ വന്നവരെല്ലാവരും നല്ലൊരു ബന്ധത്തിൽ നിന്നവരെല്ലാം ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം പിന്നെ അവർ കടന്നു വരാതെയായി, പിന്നെ അവർ മിണ്ടാതെയായി, ഒരു ഫോൺ പോലും വിളിക്കാത്തൊരവസ്ഥ. എന്താ പറയുന്നത്, നമ്മൾ ഒറ്റപ്പെട്ടു പോയ ഒരു അനുഭവമായിരുന്നു ആ സമയങ്ങളെല്ലാം. ഇന്ന് ഞാനപ്പോൾ ഇതിങ്ങനെ ചിന്തിച്ചു പലപ്പോഴും, ദൈവമേ, ഈ ഒറ്റപ്പെടുവാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന് ചിന്തിച്ചു. അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി കരഞ്ഞ് ദൈവസന്നിധിയിൽ രാത്രിയും പകലും എല്ലാം ഞാൻ ദൈവസന്നിധിയിൽ കരയും. ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഒന്നും എനിക്ക് അറിയില്ല. ആ സമയത്തൊക്കെയും ദൈവം പല വഴികള് വാതിലുകള് തുറന്ന് എന്നെ ഇവിടെ നിർത്തുവാൻ ഇടയായി തീർന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തുവാൻ ഇടയായി തീർന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഹസ്ബൻഡും പ്രിയ മാതാവും മരിച്ചതിൻ്റെ ആ ദുഃഖം തീർന്നു. കടന്നു വരുന്ന സമയത്ത് 2023 ഒക്ടോബറിലായപ്പോൾ എൻ്റെ എനിക്ക് ആദ്യം ഒരു സഹോദരൻ ഉണ്ടായിരുന്നുള്ളൂ. ആ സഹോദരൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. ഒന്നിനു പുറകെ 3 മരണം എൻ്റെ കുടുംബത്തില് ഈ 2 വർഷത്തിനുള്ളിൽ നടക്കുവാനിടയായി തീർന്നു. ആ സമയത്തെല്ലാം എൻ്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട്, എൻ്റെ ദൈവത്തെ നോക്കി ഞാൻ മാത്രം ഇറങ്ങി തിരിച്ചത് കൊണ്ട് എന്നെ ഇത്രത്തോളം ദൈവം എന്നെ ബലപ്പെടുത്തിയെന്ന് മാത്രമേ എനിക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഞാൻ ദൈവത്തിന്റെ ഒരു കൃപ ഒന്ന് മാത്രം എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് മാത്രമെന്ന് ഇന്ന് രാത്രി കാലം എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പുകഴുവാനോ അല്ലെങ്കിൽ എനിക്ക് ദിവസനിൽ വമ്പ് കാണിക്കുവാനോ ഗമണ്ട് കാണിക്കാനോ ഒന്നും എനിക്കൊരു യോഗ്യതയില്ല. എങ്കിലും ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന്, ഒന്നുമില്ലാതിരുന്നിടത്ത് നിന്ന് എന്നെ എത്രത്തോളം ഉയർത്തി. ഞാൻ പലപ്പോഴും ദാവീദ് ചോദിക്കും പോലെ ഞാൻ ദൈവസന്നിധിയിൽ ചോദിച്ചു, കർത്താവേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ? ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ പലപ്പോഴും എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചോട് പറയും, കർത്താവേ, ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത എന്നെ എങ്ങനെ ഈ ദേശത്ത് നിർത്തി? എനിക്കൊരു ഹിന്ദിയിൽ നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയില്ല, മലയാളത്തിൽ നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയില്ല, ഒരു കഴിവില്ലാത്ത എന്നെ എന്തിനെങ്ങനെ നിർത്തി എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കുക. എന്നാൽ ഇവിടെയുള്ള ഞങ്ങളുടെ വിശ്വാസികൾ ഒക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഞങ്ങളിവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന വിശ്വാസികൾ എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾക്കിവിടെ 2 പ്രവർത്തനങ്ങളുണ്ട്, 3 പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് എൻ്റെ വീട്ടിൽ തന്നെ ഒരു ആരാധനയുണ്ട്. എല്ലാ സൺഡേയിലും രാവിലെ ഇവിടെ ആരാധനയുണ്ട്. ഒരു 10-30 പേര് ഇവിടെ എല്ലാ സൺഡേയിലും കൂടി വരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ലെപ്രസി കോളനിയിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ ഒരു പ്രവർത്തനമുണ്ട്. അവിടെ ഒരു 10-30 പേര് അവിടെയും ആരാധനയ്ക്കായിട്ടൊക്കെയും കടന്നു വരുന്നുണ്ട്. അതുപോലെ ഞങ്ങളിവിടെ ഒരു പുതിയൊരു പ്രവർത്തനം ഞങ്ങൾ വേറൊരു സ്ലം ഏരിയയില് ഞങ്ങൾ ആരംഭിച്ചു. അവിടെ 10-15-20 പേരൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു വന്നു. പല ഇപ്പൊ ദൈവവചനമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ പല ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങൾ ഈ കഴിഞ്ഞ ക്രിസ്മസിൽ എത്തിക്കാനൊക്കെ ഇടയായി തീർന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 5 പേര് ഇവിടെ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഈ ദിനങ്ങളിൽ ഇവിടെ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന പ്രത്യേക ദൈവമക്കളെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. മോള് ബാംഗ്ലൂരാണ് പഠിക്കുന്നത്, BSc നഴ്സിംഗിനാണ് അവള് പഠിക്കുന്നത്. ഇപ്പൊ 2nd ഇയർ ആണ് അവളായിരിക്കുന്നത്. പ്രത്യേകം അവളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. മോനെ ഓർത്ത് പ്രാർത്ഥിക്കണം. മോനെ നല്ല ബുദ്ധി ജ്ഞാനം ദൈവം കൊടുക്കുവാനായിട്ട് പ്രത്യേക ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ ഈ സമയത്ത് ചോദിക്കുന്നു. എന്റെ ദൈവം ബലപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. ഈ സമയത്ത് ഞാൻ ഒരു വാക്യം വായിച്ച് ദൈവവചനത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ഇന്നത്തെ വചനത്തിന്റെ ചിന്തയ്ക്കായിട്ട്
ആദ്യമേ പറയട്ടെ, എനിക്ക് വലിയ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല. ദൈവം എന്ത് തരുന്നു അത് മാത്രം ഞാൻ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അവളെ കണ്ടിട്ട് കർത്താവ് അവളോട് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഈ 4 സുവിശേഷങ്ങൾ നമ്മുടെ ബൈബിളിൽ ഉണ്ടെങ്കിലും ഈ വൈദ്യനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ നൈൻ എന്ന പട്ടണത്തിലെ വിധവയുടെ ഹല്ലേലൂയ മകനെ ഉയർപ്പിച്ചു കൊടുത്ത യേശുക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തി ഈ ഒരു പുസ്തകത്തിൽ മാത്രമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അതിന്റെ 1-ാം വാക്യത്തില് യേശുക്രിസ്തു കഫർന്നഹൂമില് ആയിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഒരു അത്ഭുത പ്രവൃത്തി അവിടെ ഒരു ശതാധിപന്റെ ദാസന് വേണ്ടി ചെയ്തതിന് ശേഷമാണ് യേശുക്രിസ്തു ഈ നൈൻ എന്ന പട്ടണത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഏകദേശം ഈ കഫർന്നഹൂമിൽ നിന്ന് 25 മൈൽ അകലെ മൈൽ ദൂരം യാത്ര ചെയ്തിട്ട് വേണം ഈ നൈൻ പട്ടണത്തിൽ എത്തുവാൻ. ഏകദേശം 1 ദിവസം എടുക്കുമെന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ 11-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിറ്റേന്നാൾ അവൻ നൈൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനോട് കൂടെ പോയി എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഈ 25 കിലോമീറ്റർ യാത്ര ചെയ്ത് നമുക്കറിയാം, ആ സമയത്ത് ഒരു വാഹനം ഒന്നുമില്ല എങ്കിൽ യേശു ക്രിസ്തു കാൽനടയായിട്ടായിരിക്കണം ആ സമയത്ത് യാത്ര ചെയ്തത്. അവിടെ നിന്ന് കഫർന്നഹൂമിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒക്കെ സ്ഥിതി അനുസരിച്ച് നമുക്ക് ഈ കഫർന്നഹൂമിൽ നിന്ന് അല്ലെങ്കിൽ ഇതിലേക്ക് യാത്ര ചെയ്തു വരാൻ, നൈനിലേക്ക് യാത്ര ചെയ്തു വരാൻ അധികം 1 ദിവസം എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് യേശു ക്രിസ്തു കാൽനടയായിട്ടായിരിക്കണം നടന്ന് അവിടെ എത്തിച്ചേർന്നത്. എന്നാൽ പിറ്റേനാള് ആ കഫർന്നഹൂമിയില് ആ നൈൻ എന്ന പട്ടണത്തില് യേശു എത്തി എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യേശു മാത്രമല്ല, യേശുവിന്റെ കൂടെ ഹല്ലേലൂയ ഒരു കൂട്ടം ജനമുണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതില് ഹല്ലേലൂയ 2 തരത്തിൽപ്പെട്ട ജനമാണ് യേശുവിന്റെ കൂടെയുള്ളത്. ഒന്ന് യേശുവിന്റെ ശിഷ്യന്മാര്, ഹല്ലേലൂയ യേശുവിനെ അനുഗമിക്കാനായി വിളിക്കപ്പെട്ട തന്റെ ശിഷ്യന്മാരാണ് ഒരു കൂട്ടം ജനം. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഈ യേശു ക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങള്, അടയാളങ്ങള് ഹല്ലേലൂയ കാണുവാനായിട്ട്, വീര്യപ്രവൃത്തികളെ കാണുവാനായിട്ട് യേശു ഇന്ന് എന്താണ് ചെയ്യുന്നത്, ഇന്ന് ആ നൈനിലേക്ക് പോകുന്നുണ്ടല്ലോ, അവിടെ എന്താണ് ചെയ്യുന്നത്, അവിടെ എന്ത് അത്ഭുതമാണ് നടക്കുന്നത് എന്ന് നോക്കുവാനും കാണുവാനുമായിട്ട് ഹല്ലേലൂയ മറ്റ ആളുകളെ ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരു കൂട്ടരുമായിട്ടാണ് ഹല്ലേലൂയ യേശു ക്രിസ്തു ഈ നൈൻ എന്ന പട്ടണത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. നമുക്ക് വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ നൈൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബ്യൂട്ടിഫുൾ എന്നാണ്, മനോഹരമായത് അല്ലെങ്കിൽ ഏറ്റവും സൗന്ദര്യമുള്ളതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഈ നൈൻ എന്ന പട്ടണം ഒത്തിരി പ്രസിദ്ധി ആർജിച്ച പട്ടണമൊന്നുമല്ല, നല്ലൊരു ബ്യൂട്ടിഫുൾ പട്ടണമാണ്. എന്നാൽ യേശുക്രിസ്തു അത്ഭുതം ചെയ്തതിന് ശേഷം അത് പ്രസിദ്ധമായി തീർന്നു എന്നാണ് വേദപണ്ഡിതന്മാര് പറയുന്നത്. ഹല്ലേലൂയ. എങ്കിൽ തന്നെയും ഈ നൈൻ എന്ന പട്ടണത്തിലേക്ക് ഹല്ലേലൂയ അതിന്റെ അർത്ഥം തന്നെ ബ്യൂട്ടിഫുൾ, മനോഹരമായിട്ടുള്ള ഹല്ലേലൂയ ഒരു പട്ടണം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ പണ്ട് കാലങ്ങളിലൊക്കെ ഹല്ലേലൂയ രാജാക്കന്മാരുടെ ഭരണത്തില് ഓരോ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഓരോ ഹല്ലേലൂയ പട്ടണങ്ങൾ അവർ ഭരിക്കുമ്പോൾ അതിനൊരു മെയിൻ ഒരു വാതിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഗുജറാത്തിലായാലും ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ ആയാലും പണ്ട് രാജകൊട്ടാരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആദ്യം ആ നഗരത്തിന്റെ ഒരു മെയിൻ കവാടം തന്നെ ഇപ്പോഴും അത് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഒരു ഒരു പട്ടണ വാതിലുണ്ടായിരുന്നു എന്ന് നമുക്ക് വചനം വായിക്കുമ്പോഴും നമുക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോഴൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ യേശു ക്രിസ്തു
ഈ തൻ്റെ കൂടെ വന്ന ജനവുമായിട്ട് ഈ മനോഹരമായ ആ പട്ടണത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ആ പട്ടണത്തിന്റെ ഉള്ളിൽ നിന്ന് ആ മെയിൻ ഗേറ്റിന്റെ ഹല്ലേലൂയ പുറത്തേക്ക് ഒരു കൂട്ടം ജനം കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് യേശു ഒരു കൂട്ടം ജനം ഉള്ളിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കൂട്ടം ജന ഹല്ലേലൂയ പുറത്തേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ. ആ പുറത്ത് മനോഹരമായ ആ പട്ടണത്തിന്റെ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ ആ കടന്നു വന്ന ജനം ഹല്ലേലൂയ അവര് സന്തോഷത്തോടെ അല്ല അവര് കടന്നു വന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ നല്ല ദുഃഖത്തോടെയും കരച്ചിലിന്റെ ഒരു അനുഭവത്തോടെയാണ് അവര് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ആ പേര് ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ സുന്ദരമായ ഒരു പട്ടണമാണ്. ഒരു ഹല്ലേലൂയ കുഴപ്പവുമില്ല. എല്ലാ ഹല്ലേലൂയ അതിന്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ളതെന്ന് ചിന്തിക്കുക. എന്നാൽ ഹല്ലേലൂയ അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഹല്ലേലൂയ ചില ഹല്ലേലൂയ അനുഭവമാണ്. ഹല്ലേലൂയ ഒരു ശവമഞ്ചലം ചുവന്നുകൊണ്ട് ഒരു പറ്റം ജനം ഹല്ലേലൂയ ഹല്ലേലൂയ പട്ടണത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ. നമുക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ കാണുവാനായിട്ട് കഴിയുന്നത് ഹല്ലേലൂയ നമുക്ക് നോക്കുമ്പോൾ അത് ഇത് ചിന്തിക്കുക. ഹല്ലേലൂയ അതിന്റെ ഉള്ളിൽ മനോഹരമാണ്. അവിടെ ദുഃഖമില്ല, വേദനയില്ല, ഒന്നുമില്ല എന്ന് നമുക്ക് ഹല്ലേലൂയ ചിലർക്ക് തോന്നാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പട്ടണത്തിലെ ഹല്ലേലൂയ ഒത്തിരി ദുഃഖപ്പെട്ട ഒരു അനുഭവമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് ഹല്ലേലൂയ കഴിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹല്ലേലൂയ ചില ഹല്ലേലൂയ ക്രിസ്തീയ കുടുംബങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ പല ഭവനങ്ങളിലെ ഹല്ലേലൂയ മനോഹരമാണ്. നമുക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ ആ ഭവനത്തിൽ ഒരു ദുഃഖമില്ല. അവര് ഹല്ലേലൂയ നല്ല സന്തോഷത്തോടെ കഴിയുന്നു, നല്ല ആനന്ദത്തോടെ കഴിയുന്നു. നല്ല ഹല്ലേലൂയ അവരുടെ ജീവിതത്തില് യാതൊരു പ്രയാസമോ പ്രതികൂലമോ ഒന്നുമില്ലാത്തൊരവസ്ഥ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഹല്ലേലൂയ ചില ഹല്ലേലൂയ രാത്രികാല ദൈവത്തിന്റെ ആത്മാവ് ചില ഭവനങ്ങളോട് പറയുന്നു ഹല്ലേലൂയ മറ്റുള്ളവരെ ഹല്ലേലൂയ നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ ചില ഹല്ലേലൂയ ഭവനത്തിന്റെ ഉള്ളിലെ നിരാശയുടെ വേദനയുടെ ദുഃഖത്തിന്റെ അനുഭവത്തിന്റെ രാത്രികാല ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ പറയുകയാണ്. ഹല്ലേലൂയ. എങ്കിൽ തന്നെ ഹല്ലേലൂയ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. എങ്കിലും ഹല്ലേലൂയ തന്റെ ജീവിതത്തില് ചില ദുഃഖത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സന്തോഷമില്ലാത്ത ഒരു അനുഭവമാണ് ദൈവാത്മാവ് കാണിക്കുന്നത്. എങ്ങനെ ഹല്ലേലൂയ അങ്ങനെയെങ്കിലും ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആ സന്തോഷമുള്ള ആ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ആ പട്ടണത്തിൽ നിന്ന് സന്തോഷമില്ലാതെ ഒരു പറ്റം ജന കടന്നു വരുന്നു. എന്നാൽ ഹല്ലേലൂയ ആ ഹല്ലേലൂയ ജനക്കൂട്ടത്തിന്റെ മുന്നിൽ ഹല്ലേലൂയ കടന്നു വരുന്നത് ഒരു ഹല്ലേലൂയ സ്ത്രീയാണ്. ഹല്ലേലൂയ ആ സ്ത്രീ ഹല്ലേലൂയ മറ്റേ ആരെക്കാട്ടിലും അധികമായിട്ട് കരഞ്ഞുകൊണ്ടാണ് ഹല്ലേലൂയ ആ ജനക്കൂട്ടത്തിന്റെ മുന്നിൽ ഹല്ലേലൂയ നടന്ന് ഹല്ലേലൂയ വരുന്നതെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ഭവനങ്ങളില് ചില അനുഭവങ്ങൾ ഹല്ലേലൂയ ചില ബിസിനസ് സംബന്ധമായിട്ട്, ചില ഹല്ലേലൂയ ജോലി സംബന്ധമായിട്ട്, ചില ഹല്ലേലൂയ മറ്റു വിഷയങ്ങളുമായിട്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദുഃഖത്തോടെ നിരാശയോടെ ഇരിക്കുന്ന ആ ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ ദുഃഖം മാറ്റുക, നിന്റെ വേദന മാറ്റുക, നിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നിരാശ മാറ്റുവാൻ ഒരുവൻ വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് യേശു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹല്ലേലൂയ ആ ഹല്ലേലൂയ പട്ടണത്തിൽ നിന്ന് കടന്നു വരുന്ന ആ കൂട്ടത്തിൽ ഹല്ലേലൂയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ സ്ത്രീയെ നോക്കിയിട്ടാണ് യേശു പറഞ്ഞത് ഹല്ലേലൂയ അവളെ കണ്ടിട്ട് ഹല്ലേലൂയ കർത്താവിന് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. അവിടെ അനേക ഹല്ലേലൂയ യഹൂദന്മാരുണ്ട്, അല്ലെങ്കിൽ അനേക ജനമുണ്ട് ഹല്ലേലൂയ പട്ടണത്തില്. എന്നാൽ ആ കരയുന്ന ആ സ്ത്രീയെ നോക്കിയിട്ട് ദൈവത്തെ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ അവളോട് പറയുകയാണ് ഹല്ലേലൂയ അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് അവളോട് പറയുകയാണ് കരയണ്ട എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഹല്ലേലൂയ അതിന്റെ 12-ാം വാക്യത്തില് ഹല്ലേലൂയ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യേശു അവളെ ഒന്ന് നോക്കി ഹല്ലേലൂയ നോക്കിയിട്ട് ഹല്ലേലൂയ അവളുടെ അവസ്ഥ
കണ്ട് ഹല്ലേലൂയ അവളെ ഒന്ന് യേശു അവളെ കണ്ടിട്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ യേശു അവളെ കണ്ടപ്പോൾ തന്നെ അവളുടെ അവസ്ഥ എന്തെന്ന് ഹല്ലേലൂയ യേശുവിന് മനസ്സിലായി. ഹല്ലേലൂയ അവളുടെ കൂടെ നടന്നവര് അല്ലെങ്കിൽ അവളോടൊപ്പം ആരാധിച്ചവർക്ക് ഹല്ലേലൂയ അവളുടെ കൂടെ ജോലി ചെയ്തവർക്ക് അവളുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹല്ലേലൂയ ഇന്ന് രാത്രി കാല ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു. ഹല്ലേലൂയ നീ ജോലി ചെയ്യുന്നിടത്ത് നിന്റെ വിഷമങ്ങള്, നിന്റെ ഭാരങ്ങള്, നിന്റെ പ്രയാസങ്ങള്, ഹല്ലേലൂയ നിന്റെ വേദനകള്, ഹല്ലേലൂയ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കോ നിന്റെ കൂടെ താമസിക്കുന്നവർക്കോ ഹല്ലേലൂയ നീ അധികമായിട്ട് ഇടപെടുന്നവർക്കോ കാണുവാൻ കഴിയില്ല. എന്നാൽ ഹല്ലേലൂയ നിന്റെ ഭാരങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹല്ലേലൂയ ആ വിധവ സ്ത്രീയെ കണ്ടപ്പോൾ ഹല്ലേലൂയ അവളുടെ അവസ്ഥ മനസ്സിലാക്കി ഹല്ലേലൂയ യേശു ക്രിസ്തു അവളോട് പറയുകയാണ് കരയണ്ട എന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ അവളെ ആശ്വസിപ്പിക്കാൻ അനേകരാ ഹല്ലേലൂയ അവർക്ക് ചുറ്റുമുണ്ട്. എങ്കിലും അവരുടെ ആശ്വാസത്തിലൊന്നും അവർക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ എന്നാൽ യേശു അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളോട് പറയുകയാണ് ഹല്ലേലൂയ കരയണ്ട എന്ന്. ഹല്ലേലൂയ എന്നാൽ നമുക്ക് അതിന്റെ ഹല്ലേലൂയ 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹല്ലേലൂയ അവൻ പട്ടണത്തിൽ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുവനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകനായിരുന്നു, അവളോ വിധവയായിരുന്നു. ഹല്ലേലൂയ ഇവിടെ നമുക്ക് അവളുടെ അവസ്ഥ കണ്ട് ഹല്ലേലൂയ അവളുടെ അവസ്ഥ മനസ്സിലാക്കി. ഹല്ലേലൂയ യേശുവിന്റെ കൂടെ വന്നവർക്ക് അവളുടെ അവസ്ഥ മനസ്സിലായില്ല. ഹല്ലേലൂയ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് അവളുടെ അവസ്ഥ മനസ്സിലായില്ല. എന്നാൽ നമ്മെ നിർമ്മിച്ച, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ അവളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവളുടെ ഹല്ലേലൂയ ആ അമ്മയ്ക്ക് ഏകജാതനായ ഒരു മകനാണ് ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവളോ വിധവയായിരുന്നു. ഹല്ലേലൂയ ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ഒരു ദുഃഖത്തിന്റെ അവസ്ഥയിലൂടെയാണ് ഇപ്പൊ ഈ സ്ത്രീ കടന്നു പോകുന്നത്. ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ സന്തോഷത്തോടെ വിവാഹം കഴിച്ച് ഭർത്താവുമൊത്ത് ജീവിച്ച് ഹല്ലേലൂയ കഴിഞ്ഞ ഒരു കുഞ്ഞുമായിട്ട് ജീവിച്ചപ്പോൾ അവൾ ചിന്തിച്ചു അവളുടെ ജീവിതം ഭദ്രമെന്ന്. എന്നാൽ ഹല്ലേലൂയ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയൊരു ഹല്ലേലൂയ തീരാ നഷ്ട ജീവിതത്തിൽ കടന്നു വന്നു. അവളുടെ ഹസ്ബൻഡ് അവൾക്കൊരു ആശ്രയമായിരുന്നു, അവൾക്ക് താങ്ങായിരുന്ന തണലായിരുന്ന ആ ഹസ്ബൻഡ് അവളെ വിട്ടു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ആ തീരാ ദുഃഖം ഹല്ലേലൂയ ഇന്ന് അനുഭവിക്കുന്ന എനിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ വിധവയായിട്ടുള്ള സ്ത്രീകൾക്ക് ഹല്ലേലൂയ എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഇതേപോലെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോഴാണ് ഹല്ലേലൂയ മറ്റുള്ളവരുടെ വേദന, ഒരു വിധവയുടെ വേദന എപ്രകാരം എന്ന് നമുക്ക് ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ഹല്ലേലൂയ ഈ സമയത്ത് ഹല്ലേലൂയ ആ സമയത്ത് എല്ലാവരും കൈവിടപ്പെട്ടു ഹല്ലേലൂയ ഒരു അവസ്ഥയായിരുന്നു. ആരുണ്ടെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ ഒരു ശൂന്യതയുടെ ഒരു അവസ്ഥയായിരുന്നു ജീവിതത്തിൽ കടന്നു വന്നത്. ഹല്ലേലൂയ ഇവിടെ നമ്മൾ നോക്കിയ ഹല്ലേലൂയ ഈ വിധവ സ്ത്രീയുടെ അവസ്ഥ ഹല്ലേലൂയ അവൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു. അപ്പോഴും ഹല്ലേലൂയ അവൾക്ക് ഹല്ലേലൂയ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് അവളുടെ ഹല്ലേലൂയ ഏകജാതനായ മോനിലായിരുന്നു. ഹല്ലേലൂയ അവള് ഹല്ലേലൂയ ആ ദുഃഖം തീരുന്നതിന് മുമ്പ് ഹല്ലേലൂയ അവളെങ്ങനെ ചിന്തിച്ചു കാണും, ഒരു പക്ഷേ എനിക്ക് എൻ്റെ ഒരു കുഞ്ഞുണ്ടല്ലോ, അവൻ വലുതായി അവനൊരു ഹല്ലേലൂയ ജോലിയൊക്കെ ആയി കഴിയുമ്പോ എൻ്റെ ഈ ദുഃഖം മാറും, അവൻ എന്നെ താങ്ങും, ഹല്ലേലൂയ അവൻ എന്നെ കൈവിടില്ല, അവൻ എന്നോട് കൂടെ ഉണ്ടാവും, അവൻ എന്നെ എല്ലായിടത്തിലും ഹല്ലേലൂയ വഴി നടത്തും, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു താങ്ങായി എപ്പോഴും എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊരു ചിന്ത അവളുടെ ജീവിതത്തിലൊക്കെ ഹല്ലേലൂയ ഉണ്ടായിരുന്നിരിക്കാം. ഹല്ലേലൂയ എന്നാൽ ആ ചിന്തയിൽ അസ്തമിച്ചു കൊണ്ടാണ് ആ ഏകജാതനായിട്ടുള്ള ആ യുവാവ് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ യൗവന പ്രായത്തിലാണ്, ഒരു ചെറുപ്രായത്തിലല്ല, ഒരു യൗവന പ്രായത്തില് തന്റെ ആശ്രയമായിരുന്ന ഹല്ലേലൂയ ആ മകനും മരിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ എത്രമാത്രം ദുഃഖമാണ് ആ സ്ത്രീയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ തന്റെ ആശ്രയം ഹല്ലേലൂയ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ
ഇപ്പൊ അവളുടെ ചുറ്റും ഒരു പറ്റം ഹല്ലേലൂയ ജനക്കൂട്ടമുണ്ട് ഹല്ലേലൂയ. എങ്കിലും ആ അമ്മയുടെ കണ്ണിൽ നിന്ന്, ആ വിധവ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് ഹല്ലേലൂയ ഒഴുകിയിറങ്ങുന്ന ഹല്ലേലൂയ ആ കണ്ണുനീരിനെ, അല്ലെങ്കിൽ അവളുടെ ആ ദുഃഖത്തെ ആശ്വസിപ്പിക്കാൻ ആർക്കും ഹല്ലേലൂയ ആ കൂട്ടത്തിലുള്ള ജനക്കൂട്ടത്തിലുള്ള ആർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവൾക്കറിയാം ഹല്ലേലൂയ ഇപ്പൊ എന്റെ ചുറ്റും ഹല്ലേലൂയ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരെന്നെ ആശ്വസിപ്പിക്കാനുണ്ട് ഹല്ലേലൂയ. എന്നാൽ എന്റെ മകന്റെ ഫ്യൂണർ ഹല്ലേലൂയ സർവീസ് കഴിഞ്ഞ ഹല്ലേലൂയ മടങ്ങി വരുമ്പോൾ ഓരോരുത്തരായി എന്നെ വിട്ടു പോകുമെന്ന് ഹല്ലേലൂയ ആ സ്ത്രീ നന്നായി ഹല്ലേലൂയ മനസ്സിലാക്കിയിരിക്കാം ഹല്ലേലൂയ. കാരണം അവളുടെ ജീവിതത്തിലെ ഭർത്താവ് മരിച്ചതിന്റെ ദുഃഖം അവൾക്ക് അറിയാം. അപ്പൊ മകന് നഷ്ടപ്പെട്ടപ്പോൾ ആ സ്ത്രീ ഹല്ലേലൂയ വിധവയുടെ ഹല്ലേലൂയ ദുഃഖം എത്ര വലുതാണ് ഹല്ലേലൂയ. എല്ലാവരും ഉണ്ടെങ്കിലും ഹല്ലേലൂയ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അരികൾ മരിച്ച ഞാൻ ഇത്രയും പൈസ കൊണ്ട് തരാം, അല്ലെങ്കിൽ ഇത്രയും ചെയ്തു തരാന്നൊക്കെ ഓരോ പാർട്ടിക്കാരും ഹല്ലേലൂയ എല്ലാവരും പറയും. എങ്കിൽ തന്നെയും ഹല്ലേലൂയ അതേപോലെ മറ്റാരെങ്കിലും ഹല്ലേലൂയ സ്ത്രീയോട് പറഞ്ഞിരിക്കാം. എങ്കിലും ഹല്ലേലൂയ ഞാൻ ചിന്തിക്കുന്നത് അതിലൊന്നും അവൾക്ക് ഹല്ലേലൂയ ആശ്വാസം കണ്ടെത്തുവാനിടയായി തീർന്നില്ല ഹല്ലേലൂയ. അവൾ കരഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത് ഹല്ലേലൂയ. എന്റെ ദുഃഖം ഹല്ലേലൂയ, എന്റെ വേദന ആരും മനസ്സിലാക്കൂ, എന്നെ താങ്ങുവാൻ ആരുമില്ലല്ലോ എന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൾ ചിന്തിച്ചിരിക്കാം ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ ഹല്ലേലൂയ അത് കടന്നു വന്നപ്പോൾ എനിക്ക് ആ ദുഃഖം എനിക്ക് തീരാ ഹല്ലേലൂയ നഷ്ടമായിരുന്നു. ആരെന്നെ സഹായിക്കും? അടുത്ത് നിന്നവര്, അല്ലെങ്കിൽ ഹല്ലേലൂയ കൂടെ നിന്നവര്, കൂടെ പ്രാർത്ഥിച്ചവര്, കൂടെ വേല ചെയ്തവര് എല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയി ഹല്ലേലൂയ. ഹസ്ബൻഡിന്റെ ഹല്ലേലൂയ മരിച്ചു കഴിഞ്ഞ് ഹല്ലേലൂയ പോയിട്ട് ഹല്ലേലൂയ ഇപ്പോഴും തിരിഞ്ഞു നോക്കാത്ത അനേകര് ഹല്ലേലൂയ ദൈവദാസന്മാര് കുടുംബങ്ങള് ഇപ്പോഴും നമ്മ ഹല്ലേലൂയ ഇവിടെ ഉണ്ട് ഹല്ലേലൂയ. ആ വേദനയെല്ലാം ഞാൻ അനുഭവിച്ചപ്പോൾ, ഈ വചനം ഞാൻ വായിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയൊരു ഹല്ലേലൂയ വേദന എന്റെ ജീവിതത്തിൽ അനുഭവപ്പെടുവാനിടയായി തീർന്നു ഹല്ലേലൂയ. ഈ വിധവ സ്ത്രീയുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഒരു അനുഭവമാണ് ഹല്ലേലൂയ. ആരും ഇനി എന്നെ സഹായിക്കും ഹല്ലേലൂയ, എന്നെ താങ്ങുവാൻ ആരുമില്ല, ഇനി എനിക്കൊരു ജോലി ചെയ്ത് ജീവിപ്പാൻ എനിക്ക് കഴിയില്ല. അങ്ങനെയുള്ള ആ വേദനയുടെ മുഖത്ത് ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ യേശു കർത്താവ് അവളുടെ അടുത്തേക്ക് കടന്നു വരുന്നത് ഹല്ലേലൂയ. അനേക ജനക്കൂട്ടം അവളുടെ ചുറ്റുമുണ്ടെങ്കിൽ യേശു അവളെ നോക്കി ഹല്ലേലൂയ. അനേകരെ ഹല്ലേലൂയ യേശു നോക്കിയില്ല, എന്നാൽ അവളെ കണ്ടിട്ടാണ് ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ അനേക പടവുകള് കാലിയായിട്ട് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ, ആ ഗനസേരത്ത് തടാകത്തിന്റെ തീരത്ത് കിടപ്പുണ്ടെങ്കിലും ഹല്ലേലൂയ അവിടെ ശൂന്യമായിരിക്കുന്ന ഒരു പടകിനെ, പത്രോസിന്റെ പടകിനെയാണ് യേശു കണ്ടത് ഹല്ലേലൂയ. ആ പടകിലാണ് ഹല്ലേലൂയ യേശു കയറിയത്. കാരണം ആ പടകിന്റെ അവസ്ഥകളെ നന്നായി അറിയുന്ന ഒരു കർത്താവായിരുന്നു നമ്മുടെ കർത്താവ് ഹല്ലേലൂയ. ആ പടകിൽ കയറിയിരുന്ന ഹല്ലേലൂയ ദൈവവചനം പറഞ്ഞ ഹല്ലേലൂയ സംസാരിച്ച് തീർന്നപ്പോൾ അവനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിൻ ഹല്ലേലൂയ. ആ ഹല്ലേലൂയ പത്രോസ് അങ്ങനെ ചെയ്തപ്പോൾ അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അതുവരെ കിട്ടാത്ത, അതുവരെ അവന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത ചില ഒരു അനുഗ്രഹ ഹല്ലേലൂയ മഹാമാരി അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ലഭിക്കുവാനിടയായി തീർന്നു ഹല്ലേലൂയ. ഇന്ന് രാത്രികാല പ്രിയ ദൈവജനമേ, നിന്നെ ആരും കാണുന്നില്ലയോ? നിന്റെ വിഷമം ആരും മനസ്സിലാക്കുന്നില്ലയോ? നിന്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ലല്ലോ? എന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിച്ച് ഹല്ലേലൂയ നെടുവീർപ്പിടുന്ന ഹല്ലേലൂയ ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം നിന്റെ അടുത്തുണ്ട് ഹല്ലേലൂയ. നീ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് നോക്കി ഹല്ലേലൂയ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തത് ഒന്ന് ഹല്ലേലൂയ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ആ ദൈവസ്ഥനിൽ ഒന്ന് കരയാമോ? ഇന്ന് നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുക നമ്മുടെ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരും ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ സ്ത്രീയെ കണ്ടിട്ട് ഹല്ലേലൂയ യേശു അവളുടെ അടുത്ത് ചെന്നിട്ട് ഹല്ലേലൂയ അവളോട് ഹല്ലേലൂയ പറയുകയാണ്, കരയണ്ട എന്ന് ഹല്ലേലൂയ. നമ്മളെ ആശ്വസിപ്പിക്കുന്ന പല ഹല്ലേലൂയ വ്യക്തികളും ഹല്ലേലൂയ നമ്മളോട് ഹല്ലേലൂയ ആശ്വാസം തന്നിട്ട്, നമ്മുടെ ദുഃഖവേളയിൽ ആശ്വാസം തന്നിട്ട് അവർ മാറിപ്പോകും. എന്നാൽ യേശു പറയുന്നു, കരയണ്ട എന്ന് പറഞ്ഞിട്ട് യേശു മാറിപ്പോവല്ല ചെയ്തത്. അവളുടെ ഹല്ലേലൂയ അവസ്ഥകളെ മനസ്സിലാക്കി ഹല്ലേലൂയ അവളുടെ ആഗ്രഹത്തെ
മനസ്സിലാക്കിയിട്ട് അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ തന്റെ മകനെ ഏകജാതനെ ഹല്ലേലൂയ മരിച്ചുപോയ ആ മകനെ കെടുത്തിയിരിക്കുന്ന ആ ശവ മഞ്ചത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഹല്ലേലൂയ ആ മഞ്ചത്തെ തൊട്ടു. യുവാവേ ഹല്ലേലൂയ എഴുന്നേൽക്കുക എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ആ യുവാവ് എഴുന്നേറ്റ് ഹല്ലേലൂയ അവൻ സംസാരിച്ചു. അവനെ അവന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ആശ്വസിപ്പിച്ചിട്ട് കരയണ്ട എന്ന് പറഞ്ഞിട്ട് പാറിപ്പോകുന്ന ഒരു ദൈവമല്ല. എന്നാൽ അവളുടെ ആഗ്രഹത്തെ, അവളുടെ അവസ്ഥകളെ കണ്ട് അവളുടെ ആഗ്രഹം ഇന്നെന്ന് മനസ്സിലാക്കി അവളുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്തിട്ടാണ് ആ കർത്താവ് ഹല്ലേലൂയ അവിടെ നിന്ന് പോയത്. ഹല്ലേലൂയ അവളുടെ ആഗ്രഹത്തെ ഹല്ലേലൂയ അവളുടെ ഹല്ലേലൂയ ഭാരത്തെ മനസ്സിലാക്കി ആ മകനെ ജീവിച്ച് ഹല്ലേലൂയ അവൾ ഒരു പക്ഷെ ചിന്തിച്ചിരിക്കുക, കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ എൻ്റെ മകനൊന്ന് ജീവിച്ചെങ്കിലെന്ന് അവൾ ചിന്തിച്ചിരിക്കുക. എന്നാല് ഹല്ലേലൂയ അവളുടെ ആ ചിന്തയെ മനസ്സിലാക്കിയിട്ടായിരിക്കണം യേശു ക്രിസ്തു ആ മഞ്ചത്തിൽ തൊട്ട് യുവാവ് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ അവൾക്ക് ഹല്ലേലൂയ വേണ്ടി, അവളെ കരുതുവാൻ വേണ്ടി ആ മകനെ അവൾക്ക് ജീവിപ്പിച്ചു കൊടുക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ ഇന്ന് പലരും നമ്മുടെ ദുഃഖത്തിൽ വന്ന്, നമ്മുടെ വേദനയിൽ വന്ന് നമ്മളെ ആശ്വസിപ്പിച്ച് കരയണ്ട എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഹല്ലേലൂയ ചില ചക്രവാക്ക് പറഞ്ഞ് ഹല്ലേലൂയ മാറിപ്പോകോ. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കി നമ്മോട് കൂടെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി കരുതുന്ന ഹല്ലേലൂയ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഹല്ലേലൂയ കരയേണ്ടെന്ന് പറഞ്ഞ് മാറിപ്പോയി നമ്മുടെ കുറ്റം മറ്റുള്ളവരോട് പറയുന്നവരാണ് ഇന്ന് മനുഷ്യരെങ്കിൽ. എന്നാൽ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഹല്ലേലൂയ കരയണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോയിട്ട് ഹല്ലേലൂയ അവര് ഹല്ലേലൂയ പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ഹല്ലേലൂയ കർത്താവ്. ഇന്ന് ഹല്ലേലൂയ രാത്രികാലം ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ ഹല്ലേലൂയ ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ നിലവിളിക്കുന്നത്, ആ വിഷയത്തിന് വിടുതല തന്നിട്ട് ഹല്ലേലൂയ ആണ് ദൈവം. ഹല്ലേലൂയ ആ വിഷയത്തിന് മേലെ മറുപടി തരാതെ പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ഹല്ലേലൂയ നീ ഹല്ലേലൂയ അനേക വർഷങ്ങളായി നീ ചിലപ്പോ പ്രാർത്ഥിച്ച് ഈ വിഷയം നടക്കില്ലെന്ന് പറഞ്ഞ ഹല്ലേലൂയ നീ ചിലപ്പോ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ നീ അതിനെ മറന്നു കളഞ്ഞതായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഹല്ലേലൂയ ഇന്ന് ആ വിഷയത്തിനായിട്ട് നിന്നെ ഹല്ലേലൂയ ആ വിഷയത്തിന്മേലെ പ്രവർത്തിപ്പാൻ ഒരു ദൈവിക ശക്തി ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ നീ ഒന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല, എന്റെ ദൈവത്തിന് സകലവും സാധ്യമെന്ന ഹല്ലേലൂയ ഈ വിധവ സ്ത്രീയുടെ ഹല്ലേലൂയ അവസ്ഥകളെ കർത്താവ് ഹല്ലേലൂയ കവർന്ന ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ എന്റെ കർത്താവിനെ അറിയാമായിരുന്നു. ഹല്ലേലൂയ എന്നാൽ ആ ഹല്ലേലൂയ മകൻ മരിച്ചപ്പോൾ ഹല്ലേലൂയ നീ മകൻ രോഗിയായി കഴിഞ്ഞപ്പോൾ ഒന്നും യേശു അവിടെ എത്തിയില്ല. എന്നാൽ ഹല്ലേലൂയ ആ മകനെ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ അനേകർ വന്ന് ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ വിധിയൊക്കെ നടത്തി പോകുന്ന ആ സമയത്തും യേശു വന്നില്ല. എന്നാൽ അവനെ ഹല്ലേലൂയ ശവമടക്കുവാനായിട്ട് പോകുന്ന ആ സമയത്താണ് യേശു ക്രിസ്തു ഹല്ലേലൂയ ആ ടൈമിങ്ങിലാണ് യേശു ക്രിസ്തു അവിടെ കടന്നു വന്നത്. ഹല്ലേലൂയ അത് നശിച്ചു പോകുവാനല്ല. നമുക്ക് തോന്നും ചിലപ്പോ നമ്മുടെ ടൈമിൽ നമ്മുടെ ഹല്ലേലൂയ ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്തുകൊണ്ട് ഈ വിഷയത്തിന് ഇപ്പൊ മറുപടിയില്ല, എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കിത് കിട്ടുന്നില്ല ഹല്ലേലൂയ എന്ന്, ഇപ്പോഴല്ലേ എന്റെ ആവശ്യം ഹല്ലേലൂയ ഇപ്പൊ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ഹല്ലേലൂയ ചിലപ്പോ നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഹല്ലേലൂയ ദൈവത്തിനൊരു ടൈമിംഗ് ഉണ്ട്. ഹല്ലേലൂയ ആ ടൈമിങ്ങിലാണ് ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ വിഷയം ദൈവം ഹല്ലേലൂയ നൽകുവാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ നമ്മുടെ വിചാരങ്ങളോ നമ്മുടെ ചിന്തകളോ അല്ല ദൈവത്തിന്റെ ചിന്തകൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. ഹല്ലേലൂയ ദൈവം ഒന്ന് പ്രവർത്തിപ്പാൻ ആരംഭിച്ചാൽ അത് മറ്റാർക്കും തടപ്പാനായിട്ട് കഴിയില്ല. ഹല്ലേലൂയ എന്നാൽ ദൈവത്തിനൊരു ടൈമുണ്ട്. ഹല്ലേലൂയ നമുക്കറിയാം കാനാവിലെ കല്യാണത്തിന് ഹല്ലേലൂയ വീഞ്ഞു പോരാതെ വന്നപ്പോൾ ഹല്ലേലൂയ യേശുവിന്റെ അമ്മ മറിയ ചെന്നിട്ട് അവനോട് പറയുകയാണ് മകനെ ഇവിടുത്തെ വീഞ്ഞു തീർന്നു പോയി എന്ന്. ഹല്ലേലൂയ എന്നാൽ യേശു ചോദിക്കുന്നു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം വന്നിട്ടില്ല. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ മറിയ ഹല്ലേലൂയ അവിടെ ഉണ്ടായിരുന്ന സേവകരോട് പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ഹല്ലേലൂയ എന്നാൽ യേശുവിന്റെ സമയം വന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തി അവിടെ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ ഹല്ലേലൂയ യേശുനാഥൻ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നാൽ യേശുവിന്റെ സമയത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ വിട്ടുകൊടുക്കുന്ന
കൊടുക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, യേശുവിന്റെ സമയത്തിന് വേണ്ടി നിന്റെ വിഷയത്തെ യേശുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നുവെങ്കിൽ നിന്റെ വിഷയത്തിന് ദൈവം വിടുതൽ നൽകും. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ, ഈ വിധവ സ്ത്രീയുടെ ഹല്ലേലൂയ ദുഃഖം കണ്ട് അവളോട് മനസ്സലിഞ്ഞ് അവൾക്കുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, തന്റെ മക്കളുടെ കണ്ണുനീര് കണ്ട് മറികടന്ന് പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഹല്ലേലൂയ, ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ, ഭർത്തിമായോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ, ഭർത്തിമായി പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് ഹല്ലേലൂയ പറഞ്ഞു, നിന്റെ വിശ്വാസ നിനക്ക് ഹല്ലേലൂയ പോലെ ഭവിക്കട്ടെ എന്ന്. ഹല്ലേലൂയ, അതുപോലെ തന്നെ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ കാഴ്ച പ്രാപിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഈ ദിനങ്ങളിലെ ഹല്ലേലൂയ നമ്മുടെ ഇഷ്ടത്തിനല്ല, നമ്മുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ല, എന്നാൽ ദൈവത്തിന്റെ ടൈമിങ്ങിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ദിനങ്ങളിൽ നമ്മളിലൂടെ വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇത്രത്തോളം ഹല്ലേലൂയ വചനം സംസാരിപ്പാനും അല്പസമയ സാക്ഷ്യത്തോടെ ഹല്ലേലൂയ ഒരുക്കി തന്ന ഹല്ലേലൂയ സാക്ഷ്യം പറയാനും എനിക്ക് ഒരുക്കി തന്ന ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് പ്രത്യേകിച്ച് ഇന്ദുലേഖ സിസ്റ്ററോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയോർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് സിസ്റ്റർ. എത്ര ശക്തമായിട്ട് വചനം ശുശ്രൂഷിക്കുന്നു. ഇതാണോ വചനം ശുശ്രൂഷിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അതിശക്തമായിട്ടാണ് ഇന്ന് രാത്രി അനേക കാര്യങ്ങൾ ആ സിസ്റ്റർ കടന്നുപോയ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരാളാണ്. ഞാനും ഒരു വിടവാണ്. ഹല്ലേലൂയ. ഒരുപാട് വേദനകളും നിന്ദകളും അപമാനങ്ങളും ഒറ്റപ്പെടലും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ്. അതുകൊണ്ട് സിസ്റ്ററിൻ്റെ വിഷമം എനിക്ക് ശരിക്കും മനസ്സിലാവും. നമുക്ക് മറിയാമ്മ ഉണ്ട്. അമ്മ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ദൂതുണ്ടെങ്കിൽ ദൂതും പറയുന്നതായിരിക്കും. അമ്മ പ്രാർത്ഥിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah, praise the Lord. Allah bashantara adhikaraka santuru adhikaraka shantara oridi bikara la shikora basyandara la veshikora basandara oridi bikora syandara la bashandara oridi bikora syandara la bashantara oridi bikara la shikora basyandara la bashantara oridi bikara basyandara la veshikora syandara la veshikora basandara. പ്രാർത്ഥിച്ചോ. കർത്താവേ, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. ആകുലത്തിൽ ആശ്വസിപ്പിക്കുന്നവനും ആവശ്യങ്ങൾ ആശ്രയിക്കാൻ അങ്ങല്ലാതെ ആരുമില്ല എന്ന് കൽപ്പിച്ച നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, സൂം മീറ്റിംഗ് ആയിട്ട് ഇത്രയും മക്കൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ തോക്കണം. സ്വർഗത്തിലെ ദൈവമേ, നീ ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ് ഇന്ന് രാത്രിയിലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിൽ കൂടെ സാക്ഷ്യത്തിൽ കൂടെ ഞങ്ങളുടെ ആലോചന പറഞ്ഞതായ പ്രിയപ്പെട്ട കർത്തൃദാസിയെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ചതായ പ്രതികൂലങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്റെ മകളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ദൈവമാകിയാൽ നിന്നെ സ്തുതിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാ. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വൈലങ്കയുണ്ട്, ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്ന് എന്റെ ദൈവത്തിന്റെ വചനമാണ്. ആ പ്രിയപ്പെട്ട മകള് കടന്നുപോയതായ കഷ്ടത്തെ കുറിച്ച് ഞങ്ങളോട് ഇന്ന് രാത്രി പറഞ്ഞല്ലോ കർത്താവേ. അത് കേട്ട എല്ലാ മക്കൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഓരോ ജീവിതങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടേ ഇരുന്നല്ലോ കർത്താവേ. മാത്രമല്ല വചനത്തിൽ കൂടെ നീ സംസാരിച്ചല്ലോ. നൈലെ ആമേ വിധവയുടെ മകനെ കുറിച്ച്. അമ്മയ്ക്ക് അവന് ഏകജാതനായിരുന്നു. ഹല്ലേലൂയ. അവളോ വിധവയായിരുന്നു. ഏകജാതനായ മകന്റെ മരണം, ദൈവത്തിന് സ്തോത്രം, അവൾക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത മരണമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, അവൾ ആ പട്ടണത്തിന് പുറത്തോട്ട് പോകുമ്പോൾ പട്ടണത്തിനകത്തേക്ക് പിതാവിന്റെ ഏകജാതനായ കർത്താവായ യേശു ക്രിസ്തുവും കൂട്ടരും കൂടെ കടന്നു വരുമ്പോൾ അമ്മയുടെ ഏകജാതനായ മകനെ സൗഖ്യമാക്കാൻ, വിടുവിക്കാൻ, മരണത്തിൽ നിന്ന് വിടുവിക്കാൻ
പിതാവിന്റെ ഏകജാതനും മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട മകളുടെ ഹല്ലേലൂയ സാക്ഷ്യത്തോടും അനുഭവത്തോടും ചേർന്ന് ഇന്ന് രാത്രി കാലം സംസാരിപ്പാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആ പ്രിയപ്പെട്ട മകനെ കണ്ടിട്ട് ആർക്കും മനസ്സലിഞ്ഞില്ല, എന്നാൽ എന്റെ യേശുവിന് മനസ്സലിഞ്ഞു. യേശുവിന് മനസ്സലിയ മാത്രമല്ല, മഞ്ചം ചുമക്കുന്നവരോട് നിൽക്കാൻ പറഞ്ഞു. മഞ്ചത്തിൽ കിടന്ന് ഡെഡ് ബോഡിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ബാല്യക്കാരായി എഴുന്നേൽക്കാന്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ അങ്ങാകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ സൂമിൽ ഇന്ന് രാത്രി കാലം ചില ജീവിതങ്ങള് വേദനാജനകമായ അന്തരീക്ഷത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട മക്കളോട് ഇന്ന് രാത്രി ദൈവാത്മാവ് തന്നെ ഹൃദയമായി ഇടപെട്ടുള്ളമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങളെ കണ്ട് ആർക്കും മനസ്സലിയത്തില്ല. ഞങ്ങളെ കണ്ട് മനസ്സലിയുന്നവനെ ഹല്ലേലൂയ ഒരുവൻ മാത്രമേ ഉള്ളൂ. കാനാവിലെ പോരായ്മ നികത്തിയവനാണ്. ഹല്ലേലൂയ ബർത്തിലോമായുടെ കണ്ണിന് കാഴ്ച കൊടുത്തവനാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്തുള്ള ചില ജീവിതങ്ങളുടെ ഇടപെടാൻ പോകുകയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഗ്ലോറി ഹല്ലേലൂയ. ഉറങ്ങാത്ത ചില രാത്രി ഉള്ളവരുണ്ട്. ആമേൻ. മാനസികമായി തകർന്ന ജീവിതങ്ങളുണ്ട്. കർത്താവ് ഇന്ന് രാത്രി ഓരോ മക്കളും അവരവർക്ക് വേണ്ടത് ഏറ്റെടുത്ത് ആമേൻ അതിൻ പ്രകാരം മുൻപോട്ട് കാൽപാദം വെയ്പ്പാൻ നീ ഇടയാക്കണമേ എന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ദൂരസ്ഥരെങ്കിലും നീ സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ആമേൻ. ചേർന്ന് നിൽക്കുന്ന ദൈവം ജീവിക്കുന്നു. ആമേൻ. ഇന്നത്തെ കടന്നിരിക്കുന്ന മക്കളെയൊക്കെ നീ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കണമേ. സാക്ഷ്യവും വചനവും സംസാരിച്ച മകളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെടുത്തലിന്റെ നടുവിലെ, ഏകാന്തതയുടെ നടുവിലെ അവൾ ഉറങ്ങാത്ത രാത്രി ഒത്തിരി ഉണ്ട് കർത്താവേ. എല്ലാരും അവളെ വെറുത്തപ്പോളെ ചേർത്ത് പിടിച്ച ഒരു കർത്താവ് ജീവിക്കുന്നു. ഇതിനകത്ത് പലരെയും കർത്താവ് ഇന്ന് രാത്രി ചേർത്ത് പിടിക്കാൻ പിന്നെയും ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ പാദത്തിൽ ഒരു പൂർണ്ണ സമർപ്പണത്തിനായി ജീവിതങ്ങളെ ഏൽപ്പിച്ചേരിയാണ്. അപ്രകാരം ആയിത്തീരാൻ നിക്രമം നൽകണമേ. ഇതിലേക്കായി പ്രാർത്ഥിക്കുന്ന പൈതനോട് നിനക്ക് മനസ്സലിയണമേ. ആമേൻ. അവളോട് നിനക്ക് മനസ്സലിയുന്ന ദൈവമാ. ചില വർഷങ്ങൾക്ക് മുൻപേ ഒറ്റപ്പെടുത്തലിന്റെ നടുവില് ഉടാറബല ശൈതല അവളെ ചേർത്ത് പിടിച്ചവനായ സ്വർഗത്തിലെ ദൈവം ആരുമില്ലെന്ന് അവൾക്ക് തോന്നിയപ്പോൾ എല്ലാവരും അവൾക്ക് കൊടുത്തല്ലോ കർത്താവേ. ആമേൻ. ഒന്നുമില്ലെന്ന് തോന്നിയപ്പോൾ എല്ലാം ധാരാളമായി കൊടുത്തു. സ്തോത്രം. ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാൾ അത്യന്തം വരം നന്മകളെ കൊണ്ട് അവളെ നിറച്ചു. പിന്നെയും നിറയ്ക്കാൻ പോവുകയാണ്. അമർത്തി കുലുക്കി കവിയുന്ന ഒരാളെ വന്ന് അവൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അവൾ ഭാരപ്പെടുന്ന രണ്ട് വിഷയത്തിനും സ്വർഗം മറുപടി നൽകാൻ പോവുകയാണ്. ഒന്ന് സ്ഥലത്തിന്റെ വിഷയം, രണ്ട് വീടിന്റെ വിഷയം. രണ്ടിനും 2024 അവസാനിക്കുന്നതിന് മുമ്പേ രണ്ടും അത്ഭുതം കാണാൻ പോവുകയാണ്. നീ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ചെങ്കടലിൽ കൂടെ പാതി ഒരുക്കിയ ദൈവം നിന്റെ ദൈവമാണ്. ചെങ്കടലിൽ കൂടെ പാതി ഒരുക്കിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. പാതി ഒരുക്കുക മാത്രമല്ല, അന്നുവരെയും കണ്ട മിസ്രൈമിനെ പിന്നെ ഒരിക്കലും കാണാതെ വണ്ണം ചില മിസ്രൈമി ശക്തി തകരാൻ പോവുകയാണ്. ചില വാഴ്ചകൾ, അധികാരങ്ങൾ തകരാൻ പോവുകയാണ്. ചില വെല്ലുവിളിയുണ്ട്. സ്നേഹത്തോടു കൂടിയുള്ള വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി നാളുകൾ അസ്തമിക്കാൻ പോവുകയാണ്. ഈ ലൈനിലുള്ള എല്ലാ മക്കളെ ഐശ്വര്യമായി അനുഗ്രഹിച്ചാട്ടെ. തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം. വചനം സംസാരിച്ച ദാസിയോടുകൂടെ പിന്നെയും ഇരിക്കണമേ. നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കണമേ. മഹത്വം എടുക്കണമേ. യേശു തമ്പുരാന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. അമ്മേ, ലിജു സാം ഉണ്ണിയുണ്ട്, ഉണ്ണിക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. പിന്നെ മനു എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ട്. പിന്നെ വേറെ ആരാ? തങ്കമണി സിസ്റ്ററിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. രോഗത്തിന്റെ അവസ്ഥയിലൂടെ തങ്കമണി ഒത്തിരി പോരാട്ടത്തിൽ കൂടെ കടന്നു പോകുന്നു ദൈവാത്മാവ് പറയുന്നു. അമ്മ ഓരോരുത്തർക്കും ഒന്ന്, ഉണ്ണിക്കും ലിജു സാം, മനു, ഇവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തൂത് പറയോ? എന്റെ ഇത് ഞാൻ ഒന്നുകൂടെ ഇതെടുക്കട്ടെ. പോയി ഒന്നുകൂടെ എടുത്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കാം. ആരും വെക്കല്ലേ, ആരും ഹോൾഡ് ചെയ്യണേ, ആരും ഇറങ്ങരുതേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കൂ കേട്ടാ. സ്വർഗത്തിനും ഭൂമിക്ക് സ്ഥലത്തിയാരും നൽകപ്പെട്ട നല്ല ദൈവമേ, തങ്കമണിയെ നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭയപ്പെടരുതേ, ഭ്രമിക്കരുതേ. അത്യുന്നതനായ ദൈവത്തിന്റെ
ഇതിലെങ്കിൽ പാർത്തുകൊണ്ട് പറ്റിയിരിക്കണം. പലപ്പോഴും അകലം വിട്ട് അനുഗമിക്കുന്ന അന്തരീക്ഷമാണ് ദൈവാത്മാവ് കാണുന്നത്. അകലം വിട്ട് അനുഗമിക്കാനല്ല. അകലം വിട്ട് അനുഗമിച്ചാൽ തള്ളിപ്പറയേണ്ടതായ അന്തരീക്ഷം ഉണ്ടാകും. പത്രോസ് അകലം വിട്ട് കർത്താവിനെ അനുഗമിച്ചതുകൊണ്ട് പത്രോസിന് നിർണായകമാകുന്ന നിമിഷത്തിൽ 3 പ്രാവശ്യം തള്ളിപ്പറയേണ്ടി വന്നു. ഈ രാത്രിയിൽ അങ്ങ് ചേർന്നിരിപ്പാൻ ഏറിയ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രുജുവിനായി പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കണമേ. ആവശ്യമായിരുന്ന സ്വർഗത്തിലെ നന്മ ഉയരത്തിൽ തന്നെ നൽകണമേ. ഭാരപ്പെടുന്ന വിഷയത്തിന് നീ മറുപടി ഇന്ന് രാത്രി നൽകണമേ എന്ന് അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ സകല ശത്രുവും ചിതറട്ടെ. ദൈവ ഈ ദിവസങ്ങളിൽ അവന്റെ വിഷയത്തിന്റെ മേൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. രുജുവിന് വേണ്ടി പ്രാർത്ഥിച്ച് ക്ഷയമെടുക്കുന്നു. മാനസികമായിട്ടുള്ളതായ തകർച്ചയൊക്കെ മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് പകരണമേ. സമാധാനത്തിന്റെ പ്രഭുവേ, നീ കൂടെ ഇരുന്ന് വഴി നടത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മനുവിനായി പ്രാർത്ഥിക്കുന്നു. ആ പ്രിയപ്പെട്ട മകനോട് നിനക്ക് മനസ്സലിയണമേ. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും. ഈ ദിവസങ്ങൾ ചില വഴി ദൈവം തുറക്കാൻ പോവുകയാണ്. തുറക്കുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാൽ നിന്നെ സ്തുതിക്കുന്നു. നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മകനെ നീ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഇത്തിരി ബദ്ധപ്പാടുകളുടെ നടുവില് അല്പസമയം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും സമാധാനം സന്തോഷമായി മാറട്ടെ. തുറച്ചു നോക്കുന്ന ചില കണ്ണുകളുണ്ട്. ഒറ്റപ്പെടുത്തുന്ന ചില ജീവിതം അവന്റെയും ജീവിതത്തിലുണ്ട്. അതിന്റെ എല്ലാം നടുവിലെ ഹല്ലേലൂയ ഒരു 6 മാസം കഴിയുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് ഹല്ലേലൂയ ഇന്നാളുകൾ അവൻ ആഗ്രഹിക്കുന്ന അവിടെ നിന്നും മാറാനായിട്ട് ദൈവം പറയുന്ന സമയത്ത് മാറുക തന്നെ ചെയ്യണം. പറയാതൊന്നും ഓടിപ്പോകാൻ നീ സമ്മതിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. പൈതനോട് മനസ്സിലണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിലേക്ക് സിസ്റ്ററിനെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയേണ്ടതാകണമേ. ദൈവത്തിന്റെ പ്രസാദം നിന്റെ മകൾക്ക് ലഭിച്ചത് കൊണ്ടുള്ള സമാധാനം മാത്രമേ ഉള്ളൂ. ലോകപ്രകാരമായിരുന്നെങ്കിൽ ഒരു സമാധാനവും ഇന്ന് കിട്ടത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ നിന്റെ പ്രസാദം നീ അവളുടെ മേൽ അയച്ചതിനാൽ നിന്നെ സ്തുതിക്കുന്നു. ആമേൻ. യേശു കർത്താവൻ എല്ലാവരും കൂടെ ചേർന്ന് മുൾക്കിരീടം കൊടുത്തു. അതുപോലെ തന്നെ മുള്ളുകൊണ്ട് കുത്തി ആരാധിച്ചവർ പോലും പ്രാർത്ഥിച്ച് കൂടെ നിന്നവർ പോലും മുള്ളിട്ട് കുത്തുകയാണ്. ആമേൻ. തകർക്കുകയാണ്, തരിപ്പണമാക്കുകയാണ്. എന്നാൽ അതിന്റെ നടുവില് ഇപ്പോഴെന്റെ ചുറ്റുമുള്ള ശത്രുക്കളും എന്റെ തല ഉയരും. ഞാൻ യഹോവയ്ക്ക് അവന്റെ കൂടാരത്തിൽ ജയഘോഷയാങ്ങളെ അർപ്പിക്കും. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ വലിയ വിടുതലിന്റെ ശുശ്രൂഷ കൂടാറ പല ചമ്പല കൂടാറകമനറാസ്യതല. അവൾ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകുന്ന ശുശ്രൂഷ ഈ നാളുകൾ നീ അവൾക്ക് കൊടുക്കാൻ പോവുകയാണ്. നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളെയും പിന്നെ സമർപ്പിക്കും. ഈ റൂമിലുള്ള എല്ലാ മക്കളെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ചേർന്നിരിക്കാൻ എല്ലാവർക്കും കൃപ നൽകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആശീർവാദം പറഞ്ഞോളൂ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് അന്തരിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തോടും വചനം സംസാരിച്ചതിന്റെ മകളോടും അവളുടെ ശുശ്രൂഷയോടും കർത്താവ് ഇത് നടത്തുന്ന നിന്റെ പ്രിയപ്പെട്ട മകളോടും അവളുടെ ശുശ്രൂഷയോടും കടന്നു വന്ന എല്ലാ മക്കളോടും കൂടെ ഇപ്പോഴും നിനക്കുണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യാൻ തന്ന കർത്താവിന്റെ നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ണി എന്തിയേ?